സങ്കീർത്തനം 26. സങ്കീർത്തനങ്ങളുടെ ഒന്നാം പുസ്തകത്തിലാണ് ദാവീദ് എഴുതിയ ഈ സങ്കീർത്തനം ഉൾപ്പെടുന്നത്. തൻ്റെ നിഷ്കളങ്കതയും ദൈവത്തിലെ വിശ്വാസവും പ്രഖ്യാപിക്കുന്നതിനാൽ ഇത് ഒരു നിഷ്കളങ്കതയുടെ സങ്കീർത്തനവും വിശ്വാസ സങ്കീർത്തനവുമായി കാണപ്പെടുന്നു. നിഷ്കളങ്കതയിൽ നടക്കാനുള്ള തൻ്റെ ആഗ്രഹം ദാവീദ് ഈ സങ്കീർത്തനത്തിൽ പ്രകടിപ്പിക്കുന്നു. ദൈവസന്നിധിയിൽ വിശുദ്ധമായ ജീവിതം നയിക്കാനുള്ള പ്രതിജ്ഞയാണ് ഈ സങ്കീർത്തനത്തിൻ്റെ അടിസ്ഥാനം. 26 സങ്കീർത്തനം. യഹോവേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു. യഹോവേ, എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ. എൻ്റെ അന്തരംഗവും എൻ്റെ ഹൃദയവും പരിശോധിക്കണമേ. നിൻ്റെ ദയ എൻ്റെ കണ്ണിൻ മുമ്പിൽ ഇരിക്കുന്നു. നിൻ്റെ സത്യത്തിൽ ഞാൻ നടന്നുമിരിക്കുന്നു. വ്യർത്ഥന്മാരോടുകൂടെ ഞാൻ ഇരുന്നിട്ടില്ല. കപടക്കാരുടെ അടുക്കൽ ഞാൻ ചെന്നിട്ടുമില്ല. ദുഷ്പ്രവൃത്തിക്കാരുടെ സംഘത്തെ ഞാൻ പകച്ചിരിക്കുന്നു. ദുഷ്ടന്മാരോടുകൂടെ ഞാൻ ഇരിക്കുകയുമില്ല. സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടതിനും നിൻ്റെ അത്ഭുത പ്രവൃത്തികളൊക്കെയും വർണ്ണിക്കേണ്ടതിനും ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു. യഹോവേ, ഞാൻ നിൻ്റെ യാഗപീഠത്തെ വലം വയ്ക്കുന്നു. യഹോവേ, നിൻ്റെ ആലയമായ വാസസ്ഥലവും നിൻ്റെ മഹത്വത്തിൻ്റെ നിവാസവും എനിക്ക് പ്രിയമാകുന്നു. പാപികളോടുകൂടെ എൻ്റെ പ്രാണനെയും രക്തപാതകന്മാരോടുകൂടെ എൻ്റെ ജീവനെയും സംഹരിച്ച് കളയരുതേ. അവരുടെ കൈകളിൽ ദുഷ്കർമ്മമുണ്ട്. അവരുടെ വലങ്കൈ കോഴ നിറഞ്ഞിരിക്കുന്നു. ഞാനോ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കും. എന്നെ വീണ്ടെടുത്ത് എന്നോട് കൃപ ചെയ്യണമേ. എൻ്റെ കാലടി സമനിലത്ത് നിൽക്കുന്നു. സഭകളിൽ ഞാൻ യഹോവയെ വാഴ്ത്തും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോർ.